കർത്താവേ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവേ, ഞങ്ങളുടെ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെങ്ങനെ സ്തുതിക്കുന്നു. തിരുവചനം പഠിക്കുവാനും പഠിപ്പിക്കാനും വീണ്ടും ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ച ഈ നല്ല അവസരത്തിനായിട്ട് സ്തോത്രം. സത്യവചനത്തെ യഥാർത്ഥമായി വിഭജിച്ച് പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരായി നിൽപ്പാൻ കഴിയേണ്ടതിന്, ശുശ്രൂഷകന്മാരായി നിൽപ്പാൻ കഴിയേണ്ടതിന്, അവിടുത്തെ വചനത്തെ വീണ്ടും പോലെ വിഭജിച്ച് പഠിക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ തരയണമെന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും നിറയ്ക്കണമേ. ഇന്ന് ക്ലാസ്സിൽ കടന്നു വരുവാൻ കഴിയാത്ത ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം. ശരീരാത്മകളെ ബലപ്പെടുത്തണമേ. ഇവിടെ ഭവനത്തിലുള്ള കുഞ്ഞുങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണമേ. ഏത് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുവോ അതിനാവശ്യമായ ദൈവകൃപ അവർക്ക് നൽകി കൊടുത്ത് ദൈവാത്മാവിനാൽ ദൈവജ്ഞാനത്താൽ നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ആക്ച്വലി വി ആർ ഗോയിങ് എൻറ്ററിങ് ഇൻ ടു ദ സബ്ജക്ട്സ്, വിഷയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക. ഡിഫറെൻറ്റ് മെത്തേഡ്സ് ടു സ്റ്റഡി ദ ബൈബിൾ, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ബൈബിൾ സ്റ്റഡി മെത്തേഡ്സ്, വിവിധ രീതിയിലുള്ള പഠന രീതികൾ, വിവിധ രീതിയിലുള്ള പഠന രീതികൾ. അപ്പോൾ ഇന്നലെ വരെ നമ്മൾ പഠിച്ചത് എന്തിനാണ് ഇത് പഠിക്കുന്നത്, ഈ പുസ്തകം എന്തുവാ, ഇതിൻ്റെ ആവശ്യകത എന്തുവാ, പഠിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം, ഇതൊക്കെയാണ് ഇന്നലെ വരെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ. ഇനി ഇത് പഠിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടുള്ള 8-10 രീതികൾ ഞാൻ ആദ്യം പറയാം, എന്നിട്ട് നമ്മൾ വിശദീകരിച്ച് പോകും. അതിലാദ്യത്തേത് ധ്യാനാത്മക രീതി, ഡിവോഷണൽ മെത്തേഡ്. ആദ്യത്തേത് ധ്യാനാത്മക രീതി, ഡിവോഷണൽ. ഇതെന്തുവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വേറെ ദിവസം ഏതെങ്കിലും ഒരു ഭാഗം നമ്മൾ അതിനെ ഒരു ജനറൽ ഐഡിയ തന്നേച്ച് പോവാം, എന്നിട്ട് പിന്നെ നമുക്ക് ഓരോന്ന് വിശദമായിട്ട് ഇതെങ്ങനെയാണ് നടത്തേണ്ടത് പഠിക്കേണ്ടത് എന്നുള്ളത് ഞാൻ പഠിപ്പിക്കും. നമ്മൾ വേറെ ദിവസം ഏതെങ്കിലും ഒരു പോർഷൻ നമ്മൾ ബൈബിളിൽ നിന്ന് എടുത്ത് വായിക്കുന്നു, ആ ഭാഗത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയാണ് അല്ലെങ്കിൽ ചിന്തിക്കുകയാണ്. ഈ ഭാഗത്തിലൂടെ എന്തുവാ ദൈവം പറയുന്നത്, ഈ ഭാഗത്ത് ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ദൈവം ചെയ്ത പ്രവൃത്തികൾ എന്തൊക്കെയാണ്, ഈ ഭാഗത്തുനിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്ന പാഠങ്ങൾ എന്തൊക്കെയാണ്, നമുക്കതെങ്ങനെ ഈ കാലഘട്ടത്തിൽ അത് അന്വർത്ഥമാക്കാനായിട്ട് സാധിക്കും. ഇത്രയും ചോദ്യങ്ങളാണ് ആ ഭാഗം നമ്മൾ ഉദാഹരണം, നല്ല ശമര്യക്കാരൻ്റെ കഥ നമ്മളെടുത്ത് വായിക്കുകയാണ്. ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് എരികിലോട്ട് പോകും, നമ്മളെല്ലാം വായിച്ചു. ഇതിൽ ദൈവത്തിൻ്റെ ഏതെങ്കിലും സ്വഭാവം അതിനകത്ത് വെളിപ്പെടുന്നുണ്ടോ? ഇതിനകത്ത് ഏതെങ്കിലും ദൈവ സ്വഭാവത്തെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് കഴിയുമോ? അതാണ് ആദ്യത്തെ ചോദ്യം. ദൈവത്തിൻ്റെ എന്തെങ്കിലും ഒരു സ്വഭാവം നമുക്കവിടെ കാണാനായിട്ട് കഴിയുമോ? എന്തൊക്കെയാ അതെങ്ങനെയാ അവിടെ കാണുന്നത്? എങ്ങനെയാ? അതാ ശമര്യക്കാരൻ കാണിച്ചതല്ലേ. ഏതാ ശമര്യക്കാരൻ ദൈവമാണെന്നാണോ പറയുന്നത്? ശമര്യക്കാരൻ അത് തന്നെ, മുറിവേറ്റ് കിടക്കുന്ന ശമര്യക്കാരനല്ല, ആ കരുണ കാണിച്ച ശമര്യക്കാരൻ ദൈവമാണെന്നാണോ പറയുന്നത്? ശരി, ഓക്കെ.
വേറെ അതാണ് ജനറൽ പ്രിൻസിപ്പിൾ കാണുന്നത്. ഏതാ? ആരൊക്കെ വിട്ടുപോയാലും ദൈവം ആരെങ്കിലും ഒരാളെ നിന്റെ സഹായത്തിന് എഴുന്നേൽപ്പിക്കും. അപ്പോൾ വേണമെങ്കിൽ ന്യായമായിട്ട് ചോദിക്കുന്ന പിന്നെ മുറിവേക്കാതെ ഇവനെ സൂക്ഷിച്ചുകൂടായിരുന്നോ? സൂക്ഷിക്കാമായിരുന്നു. പക്ഷെ ഏറ്റു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ ഈ ഭാഗം പഠിക്കുമ്പോൾ നമുക്ക് ആദ്യം ഒരു ദൈവത്തിൻ്റെ ഒരു ജനറൽ ക്വാളിഫിക്കേഷൻ, ആരും ആശ്രയമില്ലാത്തവർക്ക് ദൈവം ഒരു ആശ്രയം കൊടുക്കും. അത് ശമരക്കാരനായാലും കൊള്ളാം, കൂറനായാലും. ദൈവത്തിൻ്റെ ആ ഒരു സ്വഭാവത്തെ, കരുതലിനെ, അത് ആരിൽ കൂടാണേലും ദൈവം വെളിപ്പെടുത്തുമെന്നുള്ള ഒരു ദൈവിക സ്വഭാവത്തെ നമുക്കവിടെ കാണാനായിട്ട് കഴിയും. മനുഷ്യന് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ഒരു കരുതൽ. ഓക്കെ, ദൈവത്തിൻ്റെ ആ ഒരു സ്വഭാവം അതിലൂടെ വെളിപ്പെടുന്നത്. രണ്ടാമത് അവിടെ നമ്മൾ പഠിക്കേണ്ടത് എന്താണ് അവിടെ ശരിക്കും നടന്നതെന്ന് നമ്മൾ നോക്കണം. അവിടെ നടന്നത് എന്തുവാ? ഇങ്ങനെ ഒരുത്തൻ യെരുശലേമിൽ നിന്ന് എരിഹോവിലോട്ട് പോകുമായിരുന്നു. വഴിയത്തെ കൊള്ളക്കാരുടെ കയ്യിലാകപ്പെട്ടു. അവൻ്റെ വസ്തുവകയെല്ലാം മോഷ്ടിച്ചു. അവനെ അർദ്ധപ്രാണനായിട്ട് അവിടെ ഇട്ടേച്ച് പോയി. അതിൽ നമുക്ക് എന്തോ പഠിക്കാനുള്ളത്? പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ ജീവിതത്തിൽ എപ്പം വേണമെങ്കിലും സംഭവിക്കാം. എന്തെങ്കിലും ഒരു സൂചന ഇവന് ഈ വഴിക്ക് ഇങ്ങനെ ഉണ്ടാകുമെന്ന് അറിയാമായിരുന്നെങ്കിൽ ഇവൻ ആ മുൻകരുതലോടുകൂടെ എന്തായാലും പോവുള്ളൂ. എന്തെങ്കിലും ഒരു സൂചന. അപ്പോൾ സാധാരണ ആളുകൾ പറയാറുണ്ട് ഇത് ഇവിടുത്തെ നിത്യസംഭവമാണ്. നിത്യസംഭവമാണെങ്കിൽ അങ്ങനെ കരുതിയിട്ടല്ലേ അവൻ പോവുള്ളൂ. യെരുശലേമിൽ നിന്ന് എരിഹോവിലേക്ക് പോകുന്ന വഴിക്ക് ഇങ്ങനെ സാധാരണ കൊള്ളക്കാരുണ്ട്. പണ്ട് കുതിരാൻ്റെ കയറ്റത്തിലൂടെ കൊള്ളക്കാരുണ്ടായിരുന്ന പോലെ കൊള്ളക്കാരുണ്ട് എന്ന്. ഇവിടെ കുതിരാൻ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ പണ്ട് കൊള്ളക്കാരുണ്ടായിരുന്ന സ്ഥലമാണ് അത്. അപ്പോൾ ഇത് അങ്ങനത്തെ ഒരു നിത്യസംഭവമായിരുന്നു എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ആയിരുന്നെങ്കിലും പിന്നെ എന്തെങ്കിലും ഒരു കരുതലുണ്ടായതിനെ. അല്ലെങ്കിൽ ആ വഴിക്ക് അവൻ പോവില്ലായിരുന്നു. അല്ലെങ്കിൽ രാത്രി അല്ലെങ്കിൽ ആ വഴിക്ക് പോവില്ല. പ്രത്യേകിച്ച് ഇത്രയും കാര്യങ്ങൾ, സാധനങ്ങൾ ആ വഴിക്കേ പോവില്ലായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് പഠിക്കുന്നൊരു വലിയ കാര്യം, യു ക്യാൻ എക്സ്പെക്ട് അൺഎക്സ്പെക്റ്റഡ് തിങ്സ്. ജീവിതമാണോ? പ്രതീക്ഷിക്കാത്തത് ഉണ്ടാകാം. പ്രതീക്ഷിച്ചതുപോലെ എല്ലാം നടക്കുന്നതെങ്കിൽ അത് ജീവിതമല്ല. ദാറ്റ് ഈസ് സംതിങ്. അതൊരു പ്രോഗ്രാമാണ് അല്ലേ? അതുകൊണ്ടല്ലേ കമ്പ്യൂട്ടർ പ്രോഗ്രാമേഴ്സ് അതിനെ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുക. അതുപോലെ അതിനെ അറിയാൻ പറ്റുമോ? കമ്പ്യൂട്ടർ അനുസരിച്ച്. പക്ഷെ നമ്മുടെ ജീവിതം അങ്ങനെ അല്ലല്ലോ. ഈ പോകുന്ന വഴിക്ക് എന്താ ഉണ്ടാകുന്നതെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. അപ്പോൾ ഇതിൽ നിന്ന് പഠിക്കാവുന്ന രണ്ടാമത്തെ ഒരു പാഠം, ജീവിതം എന്ന് പറയുന്നത് അപ്രതീക്ഷിതമായ സംഭവങ്ങൾ, അത് വേഴ്സ്റ്റ് ആയിരിക്കാൻ വേണമെങ്കിൽ നല്ലതുമാവാം തീയതുമാവാം. ജീവിതത്തിൽ അപ്രതീക്ഷിത സംഭവങ്ങൾ എപ്പോഴും ഉണ്ടാവാം. വേറെ എന്താ നമുക്കിനി അതിന് അപ്പോൾ നടന്ന സംഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ കാണുന്നതിന് മുഴുവൻ ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ്, പ്രതീക്ഷിക്കാത്ത ആഘാതങ്ങൾ, പരാജയങ്ങൾ. ഭാഗം നമ്മൾ വീണ്ടും വായിക്കുക. ഇനി ഇതിൽ നമുക്ക് എന്തോ പഠിക്കാൻ പറ്റുന്നത് നമ്മൾ നോക്കുക. ഈ ഭാഗം പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മൂന്നാമത്തെ ഒരു കാര്യം, എല്ലാവരുടെയും ജീവിതത്തിൽ നന്മ ചെയ്യാൻ അവസരങ്ങൾ ദൈവം കൊടുക്കാറുണ്ട്. എല്ലാവരുടെയും ജീവിതത്തിൽ. പുരോഹിതനെ കിട്ടി, ലേവിനെ കിട്ടി, ശമര്യക്കാരനെ കിട്ടി. എല്ലാവരുടെയും ജീവിതത്തിൽ നന്മ ചെയ്യാനായുള്ള അവസരങ്ങൾ ദൈവം എന്ത് ചെയ്തു? മുറിവേറ്റ് എല്ലാവരും ഇവനെ കണ്ടതാണ്. ആദ്യം ആ വഴി ആരാ വന്നൊരു പുരോഹിതനാണ് വന്നേ, പിന്നാലെ ഒരു ലേവ്യൻ വന്നു, പിന്നാലെ ഒരു ശമര്യക്കാരൻ വന്നു. ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്.
എല്ലാവർക്കും ഉണ്ട്. നമ്മളത് യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. നമ്മളത് യൂസ് ചെയ്താൽ അത് വേറൊരു ജീവിതത്തെ പണിയാനായിട്ട് ഉപയോഗപ്രദമാകും. ഉപയോഗിച്ചില്ലെങ്കിൽ അത് തകരാനായിട്ടിടയായിത്തീരും. എവരിബഡി ഗെറ്റ്സ് ഓപ്പർച്യൂണിറ്റീസ്. എല്ലാവർക്കും അവസരങ്ങളുണ്ട്. നമ്മുടെ സഭയ്ക്ക് മാത്രമൊന്നുമല്ല, എല്ലാവർക്കും. നമ്മളാ അവസരങ്ങളോടുള്ള നമ്മുടെ പ്രതികരണം എങ്ങനെയാണെന്നുള്ളതാണ്. പല രീതിയിലുള്ള പ്രതികരണമുണ്ട്. ഒന്ന്, യു ക്യാൻ ഇഗ്നോർ ഇറ്റ്സ്. നിനക്ക് അവസരങ്ങളെ എന്ത് ചെയ്യാം? ഇഗ്നോർ ചെയ്യാം, വേണ്ടാന്ന് വയ്ക്കാം. അതൊന്നും എൻ്റെ പദ്ധതിയിൽപ്പെട്ട കാര്യമല്ല. നിനക്കൊന്നെങ്കിലും അവസരത്തെ എന്ത് ചെയ്യാം? അത് അവൻ്റെ വിധി എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ പഴിചാരിയിട്ട് പോവാം. ഞാൻ എന്ത് ചെയ്യാനാ? ഓപ്പർച്യൂണിറ്റീസ് ഫോർ എവരിബഡി. ഈ സംഭവത്തിൽ കർത്താവ് പഠിപ്പിക്കുന്ന, ഈ ഉപമയിൽ പഠിപ്പിക്കുന്ന മൂന്നാമത്തെ ഒരു വലിയ പാഠം, അവസരങ്ങളുണ്ട് എല്ലാവർക്കും. വേറെ എന്തെങ്കിലും നമുക്ക് ആ ഭാഗം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? ശബരിക്കാരൻ ഇറങ്ങുന്നു, അവൻ്റെ മുറിവ് കെട്ടുന്നു, എണ്ണയും വീഞ്ഞും പകർന്നു കൊടുക്കുന്നു, അവൻ്റെ വാഹനമകൃതി കയറ്റുന്നു, അവനെ വഴിയമ്പലത്തിൽ കൊണ്ടാക്കുന്നു, രാത്രി അവൻ്റെ കൂടെ ചിലവഴിക്കുന്നു, നേരം വെളുത്ത് പിന്നെയും അവന് വേണ്ടി തന്നെ എന്ത് ചെയ്യുന്നു? അത് വീണ്ടും കൊടുക്കുന്നു. അത് ഇനി എന്ത് ചെയ്യുക? വല്ലതും ചിലവുണ്ടെങ്കിൽ ചിലവാക്കിക്കോ, പോരാത്തതുണ്ടെങ്കിൽ ഞാൻ വരുമ്പം തരാമെന്ന്. വാട്ട് ഡസ് ഇറ്റ് ഷോസ്? എന്താ എൻ്റെ അർത്ഥം? ചെയ്യുന്നത് പൂർണ്ണമായിട്ട് ചെയ്യേ. ഇഫ് യു ഡു സംതിങ്, ഡു ഇറ്റ് കംപ്ലീറ്റ്. ഹാഫ് അല്ല. അത് പഠിക്കുമ്പോൾ അതാണ് ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം. ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുന്നോ, അത് പൂർണ്ണമായിട്ട് നീ എന്ത് ചെയ്യും. ആ ഭാഗം നമ്മൾ വീണ്ടും വായിച്ചോ? കീപ്പ് ഓൺ റീഡിങ്. ഒരു പ്രാവശ്യം വായിച്ചാൽ കാണാത്തത് അടുത്ത പ്രാവശ്യം വായിക്കുമ്പോൾ കാണും. ഡിഗ് ഡീപ്പർ ഇൻ ആൻഡ് ഡീപ്പർ ആൻഡ് ഡീപ്പർ. ആഴത്തിലേക്ക് വായിക്കേ. അവസാനം പഠിക്കുന്നൊരു വലിയ പാഠമുണ്ട്. നീ ചെയ്തതിനെ അംഗീകരിക്കത്തോലുമില്ല ആളുകൾ. കർത്താവ് അവസാനം ചോദിക്കുന്നു, ഇവരിൽ ആരാകുന്നു ഇവനോട്? കർത്താവ് വളരെ വ്യക്തമായിരുന്നു. വഴി പോവുകയിലോ ഒരു ശമര്യക്കാരൻ വന്ന് അവനോട് കരുണ കാണിച്ചു എന്ന് കർത്താവ് വ്യക്തമായി പറഞ്ഞിട്ട് കർത്താവ് അവസാനം ഒരു ചോദ്യം ചോദിച്ചു. ഈ മൂവരിൽ ആരാകുന്നു അവനോട്? ഈ മൂവരിൽ ആരാ അവൻ്റെ കൂട്ടുകാരനായി തീർന്നതെന്ന്. മറുപടി ശരിക്കും എന്തോ പറയേണ്ടത്? ആ ശമര്യക്കാരൻ എന്ന് പറയേണ്ടതിന് പകരം അവനോട് പറഞ്ഞെന്തുവാ? അവനോട് ദയ കാണിച്ചവൻ തന്നെ. അവൻ്റെ ആ ഐഡൻറ്റിറ്റി പോലും ഒന്ന് വെളിപ്പെടുത്താൻ, അല്ലെങ്കിൽ ഒന്ന് അക്നോളജ് ചെയ്യാൻ, ഇത്രയും വലിയൊരു കാര്യം ചെയ്ത മനുഷ്യൻ്റെ പ്രവൃത്തിയെ ഒന്ന് അംഗീകരിക്കാൻ പോലും അത് കേട്ടവന് തയ്യാറല്ലായിരുന്നു. കർത്താവ് അത് നമ്മളൊന്ന് പഠിപ്പിക്കുന്ന ഒരു വലിയ കാര്യം എന്താണെന്ന് പറയുമ്പോൾ, എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഒരു അംഗീകാരം. എവരിബഡി, എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. എനിക്ക് വേണ്ടാന്ന് പറയുന്നത് തന്നെ എന്തുവാ? അംഗീകാരത്തിന് വേണ്ടിയിട്ട് തന്നെ. എല്ലാവരും, എവരിബഡി ഉള്ളിൻ്റെ ഉള്ളിൽ അവർ ചെയ്തതിനെ അംഗീകരിക്കണമെന്ന് ഭാര്യ ഭർത്താവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്, ഭർത്താവ് ഭാര്യയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്, മക്കൾ അമ്മയപ്പന്മാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്, അമ്മയപ്പന്മാർ മക്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്, പാസ്റ്റർ വിശ്വാസികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്, വിശ്വാസി പാസ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാവരിൽ നിന്നും നമ്മളൊരു അപ്രീസിയേഷൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കർത്താവ് ഈ ഭൂമിയിൽ കൂടെ പഠിപ്പിക്കുന്നത്, യു മേ നോട്ട് ഗെറ്റ് ഇറ്റ്. നിൻ്റെ പേര് പോലും ചിലപ്പോൾ എന്ത് ചെയ്തെന്ന് വരത്തില്ല, പരാമർശം നടത്തില്ല. നീ ആയിരിക്കും അടുക്കളയിൽ നിന്നെല്ലാം പാടുപെട്ടതും കഷ്ടപ്പെട്ടു, പക്ഷേ പേര് മുഴുവൻ കിട്ടുന്ന പാസ്റ്റർക്കാണ്.
ആ പാസ്റ്റർ വീട്ടിൽ ചെന്നായിരുന്നു, നല്ല ആഹാരം കിട്ടിയായിരുന്നു. ആ പാസ്റ്റർ നല്ല മനുഷ്യനാണ്. പാസ്റ്ററിനുള്ളിൽ വെള്ളം പോലും കോരി കൊടുത്ത് കാണത്തില്ല, ഒരു പാത്രം പോലും കഴുകി കാണത്തില്ല. അകത്ത് നിന്ന് മുഴുവൻ പണിയെടുത്ത് ആരായിരിക്കും? ഈ പാവം സഹോദരിയായിരിക്കും. പക്ഷെ അപ്രീസിയേഷൻ മുഴുവൻ കിട്ടിയതാർക്ക? ആ പാസ്റ്റർ വീട്ടിൽ ചെന്നപ്പം എന്നെ കാര്യമായിട്ട് ആ പാസ്റ്റർ നോക്കി. എവിടെ എന്നിട്ട് നോക്കി? ഉള്ളി പോലും ചോദിച്ചില്ല പാസ്റ്റർ. അപ്പം ഈ ഉപമയിൽ നിന്ന് കേവലം ഒരു മുറിവേറ്റവനെ സഹായിച്ചു എന്നുള്ളത് മാത്രമല്ല, അതാണ് ഇത് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കണം. ഇതിൽ നിന്ന് എനിക്ക് എന്നാ പഠിക്കാനുള്ളത്? എനിക്ക് ഈ തലമുറയോട് എന്നാ പറയാനുള്ളത്? എൻ്റെ സഭയോട് എനിക്ക് എന്നാ പറയാനുള്ളത്? എൻ്റെ ജീവിതത്തിൽ എന്താ എനിക്ക് അപ്ലൈ ചെയ്യാനുള്ളത്? ഇങ്ങനെ ഉണ്ടാക്കുന്ന പ്രസംഗത്തെയാണ് ഡിവോഷണൽ. ഇത് പ്രസംഗിച്ചാൽ ആരും ഗ്ലോറി ഹല്ലേലൂയ ഒന്നും പറയത്തില്ല, ആത്മാവിലാവത്തില്ല, തുള്ളിച്ചാടത്തില്ല. വളരെ ധ്യാനാത്മകമായ ഹൃദയത്തിൻ്റെ ആഴത്തെ തൊടുന്ന പറയുന്ന കാര്യങ്ങളൊക്കെ അങ്ങോട്ട്, ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും മറക്കില്ല, നിങ്ങളും മറക്കില്ല. ഇത്രയും പോയിന്റ്. വേറെ ആരെങ്കിലും ഈ ഭാഗം എടുത്ത് പ്രസംഗിക്കുമ്പോൾ ഇതും കൂടെ പറയായിരുന്നു അയാൾക്കെന്ന് വേണമെങ്കിൽ നിൽക്കുകയും നിങ്ങൾക്ക് അന്നേരം തോന്നും അതിൽ കൂടുതലുണ്ടല്ലോ ഇവിടെ. എണ്ണയും വീഞ്ഞും പകർന്നു കൊടുത്ത പരിശുദ്ധാത്മാവ് ഒന്നുമല്ല, അത് എണ്ണയും വീഞ്ഞും തന്നെ. അപ്പോൾ ധ്യാനാത്മകമായിരിക്കുന്ന പഠനത്തിൽ നമുക്ക് കാണുന്നത് കേവലം ആക്ഷരികാർത്ഥം മാത്രമല്ല. ഏതാ യെരുശലേമിൽ നിന്ന് ശമരിയിലേക്ക് ഒരു മനുഷ്യൻ പോയതോ അല്ലെങ്കിൽ ആ 2 സ്ഥലങ്ങളോ പട്ടണങ്ങളോ അതൊന്നും അല്ല. മോർ ദാൻ ദാറ്റ്സ്. അതെവിടാ നമുക്ക് കിട്ടുന്നേ? when we sit in the presence of God with the Holy Spirit. കർത്താവ് ഈ ഭാഗത്തുനിന്ന് അങ്ങ് എന്നോട് പറയുന്നത് എന്തോ? ഞാൻ അങ്ങനെ വഴി മുറിയേറ്റ് എടുക്കുന്നത് വല്ലതും ഉണ്ടോയെന്ന് നോക്കി നടക്കാനാണോ നീ ഉദ്ദേശിക്കുന്നത്? അല്ലല്ല, ഇറ്റ്സ് മോർ ദാൻ ദാറ്റ്. എത്രയോ പേരെ കാണുന്നു നമ്മുടെ ജീവിതയാത്രയിൽ അർത്ഥപ്രാണരായി കിടക്കുന്നേ, മുറിവേറ്റ് കിടക്കുന്ന എത്രയോ പേരെ നമ്മൾ കാണുന്നുണ്ട്. ഭർത്താവിനാൽ മുറിവേറ്റപ്പെട്ട ഭാര്യമാര്, ഭാര്യയാൽ മുറിവേറ്റപ്പെട്ട് കിടക്കുന്ന ഭർത്താക്കന്മാർ, മക്കളാൽ മുറിവേറ്റ് കിടക്കുന്ന, ഞാൻ മുറിവ് എന്ന് പറയുന്നത് കേവലം ആക്ഷരിക മുറിവ് മാത്രമല്ല, അകത്ത മുറിവുകൾ. അതല്ലേ കാണാം. പുറത്തെ മുറിവാണെങ്കിൽ കാണാനെങ്കിലും പറ്റും, അകത്ത മുറിവ് കാണാൻ പോലും പറ്റാത്ത. മക്കളാൽ മുറിവേറ്റ് കിടക്കുന്ന മാതാപിതാക്കളാൽ മുറിവേറ്റ് കിടക്കുന്ന മക്കൾ. വേണ്ട, കുറച്ചുകൂടെ നമുക്ക് ആത്മീയ മണ്ഡലത്തിലേക്ക് വരാം. പാസ്റ്റർമാരാൽ മുറിവേറ്റപ്പെട്ട് കിടക്കുന്ന വിശ്വാസികളാൽ മുറിവേറ്റ് കിടക്കുന്ന പാസ്റ്റർമാർ എത്രയോ പേരുണ്ടെന്ന്. നേതൃത്വത്താൽ മുറിവേറ്റപ്പെട്ട് കിടക്കുന്ന കൊച്ചു പാസ്റ്റർമാര് ഉണ്ട്, ഒത്തിരിയുണ്ട്. ഇനി ആടുകളാൽ മുറിവേറ്റപ്പെട്ട ആടുകൾ, ഇത് വിശ്വാസികൾ തമ്മിൽ അങ്ങനെയുള്ളവരെ കാണുമ്പോൾ എന്ത് ചെയ്യണം? അത് എൻ്റെ സഭയിൽപ്പെട്ടൊന്നല്ല, എൻ്റെ വിഷയമല്ല എന്ന് പറഞ്ഞ് കളയരുത്. അവൻ്റെ അടുക്ക് ചെല്ല്. ഞാൻ ഇന്ന് രാവിലെ ഒരു 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 ഇൻ്റർവ്യൂ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു വിദ്യാസമ്പന്നനായ ഒരു മനുഷ്യൻ, അയാളൊരു ജോത്സ്യനാണ്, വിദ്യാസമ്പന്നനാണ്. അപ്പോൾ അയാളോട് ചോദിച്ചു, തനിക്ക് ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ട് താൻ എന്തിനാ ഈ പണി ചെയ്യുന്നതെന്ന് ചോദിച്ചു. തനിക്ക് ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ട്. അപ്പോൾ എന്നിട്ട് ആ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ തന്നെ പറഞ്ഞു, നിങ്ങൾ പൈസയ്ക്ക് വേണ്ടിയല്ല ഇത് ചെയ്യുന്നതെന്ന് എനിക്കറിയാം, കാരണം നിങ്ങളിപ്പോഴും വാടക വീട്ടിൽ താമസിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല, ഇതിലൊന്നും യാതൊരു കഴമ്പുമില്ലെന്നും നിങ്ങൾക്കും അറിയാം. പിന്നെ നിങ്ങൾ എന്തിനാ ഇത് ചെയ്യുന്നു എന്ന് ഇദ്ദേഹത്തോട് ചോദിച്ചു. ഇദ്ദേഹം പറഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, എങ്കിലും ഞാൻ പറയാം.
എൻ്റെ അടുക്കൽ വരുന്നവന് അവൻ്റെ ഹൃദയഭാരം ഇറക്കി വയ്ക്കാൻ വരിക. അത് കേട്ടാൽ മാത്രം മതി അവന്. എനിക്ക് അവനോട് ഒന്നേ പറയണ്ടു, ഇതെല്ലാം ശരിയാവും, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പക്ഷേ എൻ്റെ ഭാഷയിൽ ഞാൻ പൂജ ചെയ്യാമെന്നാണ് പറയുന്നത്. ഞാനിവിടെ പൂജയും മണ്ണാങ്കട്ടയും ഒന്നുമല്ല ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഉള്ളുറുകി അവന് വേണ്ടി പ്രാർത്ഥിക്കുക. പക്ഷേ അവനവൻ്റെ ഭാരം ഇറക്കി വെച്ച് കഴിയുമ്പോൾ തന്നെ അവന് പകുതി എന്ത് ചെയ്തിരിക്കുന്നു? അവനാവശ്യം അവൻ്റെ ഭാരം ഇറക്കി വയ്ക്കാൻ പറ്റിയ ഒരാൾ, അതൊരു പൂജാരിയാണെങ്കിൽ അവൻ കൂടുതൽ വിശ്വസിക്കുന്നു, ഒരു അച്ഛനാണെങ്കിൽ കൂടുതൽ വിശ്വസിക്കുന്നു, ഒരു പുരോഹിതനാണെങ്കിൽ കൂടുതൽ വിശ്വസിക്കുന്നു, ഒരു ജ്യോത്സ്യനാണെങ്കിൽ അവന് കൂടുതൽ വിശ്വസിക്കുന്നു. കാരണം നിങ്ങൾക്കൊരു രോഗം വന്നാൽ അടുത്ത് താമസിക്കുന്ന ഒരു വെറ്റിനറി ഡോക്ടറെ അടുക്ക് നിങ്ങൾ പോകത്തില്ലല്ലോ. പുള്ളിയും പശുവിൻ്റെ വയറിളക്കത്തിന് ചികിത്സിക്കുന്നവനായിരിക്കും. പക്ഷേ നിനക്ക് വയറിളക്കം വന്നാൽ അയാളുടെ അടുക്ക് പോകത്തില്ലല്ലോ, അതിന് പറ്റിയ ആളുടെ അടുക്കലേ പോവുള്ളൂ. ഇതുപോലെ ഈ മനുഷ്യർ ഇങ്ങനെയുള്ള ഞങ്ങളുടെ ആളുകളുടെ അടുക്ക് വരുന്നതിൻ്റെ ഉദ്ദേശം അവർക്കറിയാം, ഞങ്ങളുടെ അടുക്കൽ വന്ന് ഭാരം പങ്കിട്ടാൽ അതോടുകൂടെ തന്നെ അവൻ്റെ അധികം ഭാരവും പോയി. അതുകൊണ്ടാണ് വിദ്യാസമ്പന്നനായ ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് ആർക്കെങ്കിലും ഒരു ആശ്വാസം ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഈ വേഷം അണിഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു. ഞാനിവിടെ വേറെ ഒന്നും ചെയ്യുന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എനിക്ക് കാശ് ഉണ്ടാക്കാമായിരുന്നല്ലോ. ഞാൻ ആരുടേന്നും ഒന്നും എന്ത് ചെയ്യത്തില്ല, വാങ്ങിക്കത്തില്ല. അവർക്ക് എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അവിടെ ഇട്ടേച്ച് പോകാം. കാരണം എനിക്ക് ജീവിക്കാൻ വേണ്ടേ, എനിക്ക് ഭാര്യയുണ്ട്, 3-4 പിള്ളേരുണ്ട്, ജീവിക്കണ്ടേ. അതിനുവേണ്ടി മാത്രം ഇതേക്കുന്നത്. ആരോടും ഞാൻ വളരെ ചിന്തിച്ചു ആ മനുഷ്യൻ പറഞ്ഞ എന്തുവാണ്. മുറിവേറ്റ് കിടക്കുന്ന എത്രയോ ആളുകൾ നമ്മുടെ ചുറ്റുപാടും കിടക്കുന്നു. കാണാണ്ടാണോ? എത്രയോ പേരെ നമ്മൾ കാണുന്നു, പക്ഷെ നമുക്കെന്തില്ല, നമുക്ക് നേരമില്ല. വി ആർ നോട്ട് ഇൻട്രസ്റ്റഡ്. നമുക്കതിന് താല്പര്യമില്ല. അപ്പോൾ ഈ ഭാഗത്തുനിന്ന് ധ്യാനാത്മക പഠനമാണ് നമ്മളെടുത്തേ. നല്ല ശമരിക്കാരൻ്റെ ആ ഉപമയിൽ നിന്നാണ് ഇത് പറയുന്നത്. ഇതിൽ നിന്ന് അതിൻ്റെ അവസാന ഭാഗത്ത് വരുന്നു, ഇതിൽ നിന്ന് എനിക്ക് ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഞാൻ പഠിക്കേണ്ടത് എന്തൊക്കെയാണ്, അത് കഴിഞ്ഞിട്ട് ഞാൻ പഠിപ്പിക്കേണ്ടത് എന്തൊക്കെയാണ്. മുറിവേറ്റവരെ കണ്ടെത്തുക. പല കാരണങ്ങളാലായിരിക്കും. അവരൊന്നും ജീവിതത്തിൽ മുറിവേൽക്കപ്പെടണമെന്ന് വിചാരിച്ച് വന്നവരല്ല. എവിടെയോ അവരുടെ കണക്കൂട്ടൽ തെറ്റിപ്പോയി. എവിടെയോ അവരുടെ കണക്കൂട്ടൽ തെറ്റി. അങ്ങനെ മുറിവേറ്റ് കിടക്കുന്ന എത്രയോ എണ്ണം നമ്മുടെ ചുറ്റുപാട് കിടപ്പുണ്ട്. അപ്പോൾ സ്വയം എന്നോടുള്ള ദൂത് ഞാൻ ആദ്യം ഏറ്റെടുത്തു. കർത്താവ് ഈ ഭാഗത്തു നിന്ന് എന്നോട് സംസാരിച്ചതല്ല. നെവർ ഇഗ്നോർ ദ നീഡ്സ് ഓഫ് സമ്മൺ. ഒരാളുടെ വേദന കണ്ടില്ലെന്ന് നീ നടിക്കരുത്. ഒരാളുടെ കഷ്ടപ്പാട് നീ കണ്ടില്ലെന്ന് നടിക്കരുത്. ഒരാളുടെ ദുഃഖം നീ അറിഞ്ഞില്ലെന്ന് നടിക്കരുത്. അവനങ്ങനെ ചെയ്യുന്നില്ലല്ലോ, ഇവനിങ്ങനെ ചെയ്യുന്നില്ലല്ലോ എന്നൊന്നും പറഞ്ഞ് എന്ത് ചെയ്യരുത്, നീ മാറരുത്. പുരോഹിതൻ അത് ചെയ്തില്ലല്ലോ, അവനല്ലേ ദൈവത്തിൻ്റെ വലിയ ആളാന്ന് പറഞ്ഞ് നടക്കുന്ന ആള്. അവരങ്ങനെ ചെയ്യുന്നില്ലല്ലോ. ലേവനത് That's none of your business. How are you going to react that issue? നീ ആ വിഷയത്തോട് പ്രതികരിക്കാൻ പോകുന്നത് എങ്ങനെ? അത് ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ അടുത്തത് പിന്നെ ഇത് മറ്റുള്ളവരെ പഠിപ്പിക്കുകയാണ്. എന്താ നമുക്ക് മറ്റുള്ളവരെ പഠിപ്പിക്കാനുള്ളത്? ഒന്ന്, ഈ സമൂഹത്തിൽ നമ്മൾ ചില ജനറൽ പ്രിൻസിപ്പിൾസ് അപ്പോഴത്തേന് കൊണ്ടുവരും. ഈ ധ്യാനാത്മകം എല്ലാം പഠിച്ചു കഴിഞ്ഞ് നമ്മൾ ആ ഭാഗത്തു നിന്ന് പഠിച്ച പോലെ പൊതു കാര്യങ്ങൾ നമ്മൾ പറയാൻ പോവുക. ഒന്ന്, മുറിവേറ്റപ്പെട്ടവർ എല്ലായിടത്തുമുണ്ട്. ഏത് കാലഘട്ടത്തിലുണ്ട്. എല്ലാ കാലത്തും എല്ലായിടത്തും. അതോ ഇത് ആ വഴി മാത്രമേ ഉള്ളൂ? ഏതാ? യെരുശലേമിൽ നിന്ന് യെരിഹോവിലോട്ട് പോകുന്ന വഴിയിൽ മാത്രമേ ഉള്ളൂ ഈ മുറിവേറ്റ് കിടക്കുന്നവര്? അല്ല. അങ്ങനെയാണെങ്കിൽ ഈ ഉപമയ്ക്ക് ഇക്കാലത്ത് യാതൊരു പ്രസക്തിയില്ലല്ലോ. ഇന്നത്തെ കാലത്തേക്ക് യാതൊരു അർത്ഥമില്ല. യെരുശലേമിൽ താമസിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അല്ല,
ഇത് എല്ലാ കാലത്തും ഉള്ളവരാണ് ഈ മുറിവേറ്റവർ. എല്ലായിടത്തും, ഇന്ത്യയിലുമുണ്ട്, അമേരിക്കയിലുണ്ട്, ആഫ്രിക്കയിലുണ്ട്. ഇന്നലെ രാവിലെ ആയപ്പോഴാണ് ഞാൻ ഒരു ന്യൂസ് അറിയുന്നത്. ഞാൻ എല്ലാ പ്രാവശ്യവും അമേരിക്കയിൽ ചെല്ലുമ്പോൾ, ഫ്ലോറിഡയിൽ ചെല്ലുമ്പോൾ താമസിക്കുന്ന ഒരു വീടുണ്ട്, എന്നെ വളരെ സ്നേഹിക്കുന്ന. കഴിഞ്ഞ സെപ്റ്റംബർ 29 ഉണ്ടായ അവിടെ വലിയ ഇതിനകത്ത് അവരുടെ വീടോടെ പോയി. വീടോടെ കൊടുങ്കാറ്റ് അടിച്ച് നശിപ്പിച്ച്, ഞാൻ അറിഞ്ഞിരുന്നില്ല, കൊടുങ്കാറ്റ് അടിച്ച് നശിപ്പിച്ച് കളഞ്ഞു. ഒന്നാന്തരം പുള്ളി അവിടുത്തെ ഒരു കാർ കമ്പനിയിൽ വർക്ക് ചെയ്ത ആളാണ്. അപ്പോൾ പുള്ളി റിട്ടയർ ചെയ്യാൻ നിർത്താല്ല, ഒന്നാന്തരം കാർ, വില പിടിപ്പുള്ളൊരു കാർ പുള്ളിക്ക് എല്ലാം പോയി, സകലവും നഷ്ടപ്പെട്ടു. അവരുടെ ഒരു കസിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. ഞാൻ ഇന്നലെയാണ് ഫേസ്ബുക്കിലൂടെ ഒരാൾ എന്നെ അറിയിച്ചത്, ഇന്ന ആൾ ഇന്ന അവസ്ഥയിലാണ്. ഞാൻ ഉടനെ വിളിച്ചു അദ്ദേഹത്തെ. വിളിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് അവർ ജീവിക്കുന്നത്. 77 വയസ്സായി ആ മനുഷ്യന്. 77 വയസ്സ് വരെ ജീവിതത്തിൻ്റെ എന്തുവാണെന്നറിയാതെ ഫോർഡ് കമ്പനിയിൽ ജോലി ചെയ്ത് നല്ല പെൻഷനും എല്ലാ റിട്ടയർമെൻറ്റും നല്ല സൗകര്യങ്ങളോടെ ജീവിച്ച്, ഭാര്യ നേഴ്സായിരുന്നു, സുഖസൗകര്യങ്ങളോടെ ജീവിച്ചിരുന്ന ആ ഒരു കുടുംബം ഇപ്പം ഹോംലെസ് ആയിരിക്കുകയാണ്. വീടില്ലാത്ത, ഒന്നുമില്ല, ഉടുതുണിയില്ല, ഒന്നുമില്ല. ആ ഉടുത്ത തുണിയും കൊണ്ട് മാത്രം അവിടുന്ന് വീട്ടിൽ ഇറങ്ങണ്ടേ, ബാക്കി മുഴുവൻ പോയി. ഞാൻ ചെല്ലുമ്പോഴൊക്കെ സഞ്ചരിച്ച് അടലാക്കാറുണ്ട് അവിടെ. എല്ലാം നഷ്ടപ്പെട്ടു. ഞാൻ ഉടനെ അദ്ദേഹത്തെ വിളിച്ചു. ഞാൻ ചോദിച്ചു, എന്തോ ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക്? അപ്പം ഇൻഷുറൻസ് കമ്പനിക്കാർ കൊടുക്കില്ല, നാച്ചുറൽ കലാമിറ്റിക്ക് ഇൻഷുറൻസുകാരൊന്നും കൊടുക്കത്തില്ല. ഏതാണ്ട് $200,000 വിലയുള്ള വീടും സാധനങ്ങളും നഷ്ടപ്പെട്ടത്. 200,000 എന്ന് പറഞ്ഞാൽ 2 ലക്ഷം അല്ലേ? 10, 100, 1000, 14 ലക്ഷം, $2 ലക്ഷം നഷ്ടമാണ്. $2 ലക്ഷം നഷ്ടമാണ് വന്നേക്കുന്നത്. സർക്കാർ ആകെ കൊടുക്കാന്ന് പറഞ്ഞേക്കുന്നത് $15,000. അതിൻ്റെ ഒരു വാതിൽ മാറ്റി വയ്ക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒന്നാം തരം സ്വിമ്മിംഗ് പൂളുണ്ട്, അതിനകത്ത് എല്ലാം മുഴുവൻ പോയി. ഞാൻ പറഞ്ഞു, ഈ സമയത്ത് ഞാൻ നിങ്ങളെ സഹായിക്കണ്ടേ? കാരണം ഇന്നലെ വരെ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളുടെ വീടിൻ്റെ സകല നന്മയും ഞാൻ അനുഭവിച്ച് എന്നെ പൊന്നുപോലെ നോക്കിയത്. ഞാൻ ഉടനെ നമ്മുടെ ഓഫീസിൽ വിളിച്ച് പറഞ്ഞു, ഇമ്മീഡിയറ്റായിട്ട് അവർ കുറച്ച് പൈസ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. എത്ര അവർ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞു. വി ഹാവ് ടു ഡു ഇറ്റ്. ഞാൻ ഉടനെ എൻ്റെ കുറേ ഫ്രണ്ട്സിനെ എല്ലാം ഞാൻ ഈ വിഷയം അറിയിച്ചു. അവരെല്ലാവർക്ക് പൈസ അയച്ചു കൊടുക്കുക. മുറിവേറ്റവർ എല്ലായിടത്തും ഉണ്ട്. അമേരിക്കയിലുണ്ട്, ഓസ്ട്രേലിയയിലുണ്ട്, നീ പോകുന്നിടത്തൊക്കെ ഉണ്ട്. ആത്മീയ മണ്ഡലത്തിലില്ലേ? ഇല്ലേ? ആത്മീയ മണ്ഡലത്തിലില്ലേ? ഉണ്ടല്ലോ. മുറിവേറ്റവർ എല്ലായിടത്തും എല്ലാ കാലത്തും ഉണ്ട്. 2, ഇവിടുന്ന് പഠിക്കാവുന്ന രണ്ടാമത്തെ പാഠം, മുറിവേറ്റവരോട് എനിക്കൊരു ഉത്തരവാദിത്വമുണ്ട്. മുറിവേറ്റ് കിടക്കുന്ന ഒരു മനുഷ്യനോട് എനിക്കൊരു ഉത്തരവാദിത്വമുണ്ട്. എവിടെങ്കിലും ആളുകൾ മുറിവേറ്റ് കിടക്കുന്നു എന്നറിഞ്ഞാൽ എനിക്കതിനകത്ത് പങ്കുപോകലൊന്നുമില്ല. അവൻ എൻ്റെ സഭക്കാരനല്ല, അവൻ ഫുൾ ഗോസ്പലല്ല, അല്ലെ അവൻ കത്തോലിക്കനാ, അവൻ അല്ലെങ്കിൽ ഹിന്ദുവാ, അവൻ മുസ്ലിമാ, എനിക്ക് അവനുമായിട്ടൊന്നും യാതൊരു ബന്ധമില്ലെന്ന് പറഞ്ഞ് അവനെ എന്ത് ചെയ്യരുത്, ഒഴിഞ്ഞു മാറരുത്. ഇറസ്പെക്റ്റ് ഓഫ് കാസ്റ്റ്, കളർ, ക്രീഡ്, ജാതി, മത, വർണ്ണ, വർഗ വ്യത്യാസമില്ലാതെ എല്ലാവരോടും ഞാൻ കടപ്പെട്ടവനാണ്. എനിക്കൊരു ഉത്തരവാദിത്വമുണ്ട്. മൂന്ന്,
അത് ഞാൻ ചെയ്തേ പറ്റൂ. There is no excuse. എനിക്ക് ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാൻ പറ്റില്ല. ആ ഒരു ബോധ്യം വന്നാലുണ്ടല്ലോ നമുക്ക് ആർക്കും അടങ്ങിയിരിക്കാനൊക്കില്ല. എനിക്ക് ഐ കനോട്ട്, ഞാനത് ചെയ്തേ പറ്റൂ. നാലാമത്തത്, അത് ചെയ്യാന്ന് പറഞ്ഞാൽ അത് എളുപ്പമല്ല. ഇറ്റ് ഈസ് കോസ്റ്റ്ലി. അത് വില കെട്ടിയേ പറ്റൂ. അത് എളുപ്പമല്ല. ഇന്ന് പലരും ഇറങ്ങാത്തതിൻ്റെ കാര്യം തന്നെ അതൊക്കെ മെനക്കെടാ പാസ്റ്റേ. അതൊക്കെ നമ്മുടെ സമയം പോവും, നമ്മുടെ കാശ് പോവും. അതൊക്കെ ഈ കഴിഞ്ഞ ദിവസം എന്നോട് നമ്മുടെ ചർച്ചിൽ ഒരാൾ പറഞ്ഞു, കഴിഞ്ഞൊരു മെഡിക്കൽ ക്യാമ്പ് കൂടെ ആണെന്നല്ലോ നമ്മുടെ ചൈവിക്കാരൻ്റെ. അത് കഴിഞ്ഞപ്പം എനിക്കൊരു വോയിസ് മെസ്സേജ് വന്നു, പാസ്റ്റേ എന്തുകൊണ്ട് 2 മാസത്തിലൊരിക്കൽ, അതിപ്പോൾ മറ്റേതൊരു പ്രത്യേക ഗ്രൂപ്പിന് വേണ്ടി, നമ്മുടെ ചർച്ചിലെ എല്ലാവർക്കും വേണ്ടവർക്ക് എല്ലാവർക്കും പ്രായമായവരും അങ്ങനെയുള്ളവർ, വൈ കാൻ വി ഡു എ ഫ്രീ മെഡിക്കൽ? ഞാൻ പറഞ്ഞു, ഇഫ് ഗോഡ് ഈസ് സ്പീക്കിംഗ്, ദൈവം അങ്ങനൊരു ദർശനം തരുന്നു, വി ആർ വിത്ത് യു. ഞങ്ങൾ നിങ്ങളോടുണ്ട്. നമ്മുടെ ചർച്ചയിൽ നിന്നും ആദ്യം നമ്മുടെ ഇന്നർ സർക്കിളിൽ നിന്നെല്ലാം വിളിക്കാം. മണ്ണുത്തിലെ അവിടെയുള്ള എല്ലാ ചർച്ചിലെ ആളുകളെ നമുക്ക് വിളിക്കാം. ലെറ്റ്സ് ഗിവ് ടു ദം. 2 മാസത്തിലൊരിക്കലോ ചെയ്യേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റ് പെൻ്റെക്കോസ്റ്റൽ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ആദ്യം വിളിക്കാം. നമുക്ക് കാര്യം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും പാളിച്ച് വന്നാൽ നമ്മളല്ലേ അറിയുള്ളൂ, വേറെ ആരും അറിയില്ലല്ലോ. പിന്നെ നമുക്ക് സമൂഹത്തിന് കൊടുക്കുക. ബട്ട് ഇറ്റ് ഈസ് കോസ്റ്റ്ലി. അത് എളുപ്പമല്ല. അതിനൊരു വില കിട്ടിയേ പറ്റൂ. നോക്കിക്കേ, ഈ മനുഷ്യൻ സഹായിക്കാൻ ഇറങ്ങിയപ്പോൾ അവന് എന്തെല്ലാം നഷ്ടമാവുന്നതെന്നറിയാമോ? ഒന്ന്, അവൻ്റെ എണ്ണയും വീഞ്ഞും എന്ത് ചെയ്തു? ഷെയർ ചെയ്യേണ്ടി വന്നു. കാലത്ത് എണ്ണയും വീഞ്ഞും ഒക്കെ ഷെയർ ചെയ്യാന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധാത്മാവൊന്നുമല്ല കേട്ടോ, ചുമ്മാ ആവശ്യമില്ലാതെ ഒന്നും പറഞ്ഞു പിടിപ്പിക്കായിരിക്കും. അത് എണ്ണയും വീഞ്ഞും തന്നെ. നമ്മുടെ പെന്തിക്കോസ്തുകാർക്കുള്ള ഏറ്റവും വലിയ ദോഷം, ഇതിനെല്ലാം നമ്മൾ ആത്മീയവൽക്കരിക്കും. അപ്പോൾ പിന്നെ നമുക്ക് 5 പൈസ ചിലവില്ലല്ലോ. നമുക്ക് 5 പൈസ ചിലവില്ല, വീട്ടിൽ അരിയും പോവില്ല. അതാണ്, നമുക്ക് 5 പൈസ ചിലവില്ല. അവന് എണ്ണ തന്നെ കൊടുത്തേ, അവന് വീഞ്ഞ് തന്നെ പകർന്നു കൊടുത്തേ. അവൻ്റെ മുറിവുകളെ കെട്ടണമെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അതിനകത്ത് ബാൻഡേഡ് ഉണ്ടായിരുന്നു എന്നുള്ള. ഒരുപക്ഷെ അവൻ്റെ വസ്ത്രമായിരിക്കാം, അവൻ വേണമെങ്കിൽ ആയിരിക്കാം വലിച്ചു കീറി അവൻ്റെ മുറിവുകളെ കെട്ടിയത്. കാരണം മറ്റവൻ്റെ വസ്ത്രം അവർ അടിച്ചുകൊണ്ട് പോയല്ലോ അവനെ, ഇല്ലേ? അവൻ്റെ വസ്ത്രം കൊണ്ടോ പോയത്. പിന്നെ എന്നാ, അവനെ വാഹനമൃഗത്തിൽ കയറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ ഇവൻ ഇറങ്ങേണ്ടി വന്നു. ഇവൻ നടന്നിട്ട് അവനെ എന്ത് ചെയ്തു? അവൻ്റെ വാഹനമൃഗത്തിൽ കയറ്റി. ഇന്നത്തെ പോലെ കാറൊന്നും അല്ലായിരുന്നല്ലോ അന്നത്തത്. അവനെ വാഹനമൃഗത്തിൽ കയറ്റി. അടുത്ത് കാണുന്ന അവനെ വഴിയമ്പലത്തിൽ കൊണ്ടാക്കി. ആ രാത്രി മുഴുവൻ അവൻ്റെ കൂടെ, നമ്മുടെ പ്രോഗ്രാം മുഴുവൻ പോയില്ലേ? എത്ര ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത് അവൻ്റെ സമയമാണ്. അവൻ അത്രേ സമയം അവന് വേണ്ടി ചെലവഴിച്ചു. എന്നിട്ട് രാവിലെ പോകാൻ നേരത്തെ എന്ത് ചെയ്തു? 2 വെള്ളിക്കാശ് എടുത്ത് കൊടുക്കുക. അത് പഴയമോ പുതിയമോ ഒന്നുമല്ല. അതാണെങ്കിൽ എളുപ്പമാണല്ലോ, ഗിരിവാങ്കാർ തരും നമുക്ക് ഫ്രീ ആയിട്ട്. ഇത് പഴയമോ പുതിയമല്ല, 2000 വർഷമല്ല, 2 വെള്ളിക്കാശ് തന്നെ അതെടുത്ത് കൊടുത്തു. പറഞ്ഞു, അവന് ചികിത്സ ചെയ്യേ, അധികം വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ തന്നോളാം കേട്ടോ. സി ഹൗ മച്ച്, എത്ര ത്യാഗം സഹിച്ചു. അത് എളുപ്പമല്ല, ഒരു വലിയ വില കിട്ടിയാലേ പറ്റൂ. അപ്പം ഈ ഭാഗത്തുനിന്ന് ധ്യാനാത്മകമായ പഠനത്തിൽ നിന്ന് ഇവിടെ അതിൻ്റെ എനിക്ക് പലരുടെയും വ്യാഖ്യാനത്തിന് ഞാൻ എതിരേക്കുന്നത്, ഇത് കർത്താവൊന്നുമല്ല. എല്ലാവരും കർത്താവ്, ഈ നല്ല ശമര്യക്കാരൻ കർത്താവാണെന്നാണ് പറയുന്നത്. കർത്താവ് ശമര്യക്കാരനേ അല്ലായിരുന്നു, അവൻ പക്ക യഹൂദനായിരുന്നു.
ഈ നല്ല ശമര്യക്കാരൻ കർത്താവല്ല. കാരണം അതിൻ്റെ അവസാനം പറയുന്നു, നീയും പോയി അങ്ങനെ ചെയ്യേ. അതാ ഉപമയുടെ അവസാനം പറയുന്നത്. കർത്താവ് ചോദിച്ചു, എൻ്റെ കൂട്ടുകാരൻ ആരാണെന്ന് ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടിയായത്. എന്നിട്ട് കർത്താവ് ചോദിച്ചു, ഈ മുറിവേറ്റ് കിടന്നവൻ ആരായിരുന്നു കൂട്ടുകാരൻ? അവൻ പറഞ്ഞു, അവനോട് കരുണ കാണിച്ചവൻ പറഞ്ഞു, നീയും പോയി അതുപോലെ ചെയ്യേ. ഈ നല്ല ശമര്യക്കാരൻ ആരാ? കർത്താവല്ല, ഞാനും നീയുമാണ്. നമ്മളാ ഇത് പറയുമ്പോഴാണ് നമ്മൾ ദുരുപദേശക്കാരാവുന്നത്. ട്രഡീഷണൽ പെന്തക്കോസ്റ്റൽ രീതിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായത്. ഇത് പറയുമ്പോഴേ നമ്മളെ ആളുകൾക്ക് അംഗീകരിക്കാൻ പറ്റാത്തത്. നമ്മളിത് പറയാൻ കാര്യം എന്തുവാ? നമ്മളിത് ചെയ്യുന്നവരാ. നമ്മുടെ കണ്ണ് ഇപ്പോഴും എവിടാ? പോകുന്ന വഴിയിൽ മുറിവേറ്റ് കിടക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഭാര്യയാലോ ഭർത്താക്കന്മാരാലോ വീട്ടുകാരാലോ നാട്ടുകാരാലോ സഭക്കാരാലോ വിശ്വാസികളോ മുറിവേറ്റ് കിടക്കുന്നവരാരെങ്കിലും ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. എന്തിനാ? അവനെ രക്ഷിക്കുന്നതിൽ എനിക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഇങ്ങനെയുള്ള പഠനത്തെയാണ് എന്തോ പറയുന്നത്? ഡിവോഷണൽ സ്റ്റഡി എന്ന് പറയുന്നത്. ധ്യാനാത്മകമായ ഈ വചനത്തിൻ്റെ മുമ്പിൽ, ഇതിൻ്റെ മുമ്പിൽ ഇങ്ങനെ മണിക്കൂർ കണക്കിരുന്ന് ഇങ്ങനെ വരുന്ന ആശയങ്ങൾ മുഴുവൻ എന്ത് ചെയ്യുക? നമ്മൾ ഒരു പുസ്തകത്തിനകത്ത് എഴുതി വയ്ക്കുക. അതിൻ്റെ അവസാനം വരും, എനിക്കിനി എന്ത്? നീയും പോയി അങ്ങനെ ചെയ്യാനറിഞ്ഞ അവസാനം. അപ്പോൾ ഇനി എനിക്ക് എന്നാ ചെയ്യാൻ പറ്റുക? എൻ്റെ മുമ്പിൽ കാണുന്ന മുറിവേറ്റവൻ ആരാ? എൻ്റെ സമൂഹത്തിലെ മുറിവേറ്റവൻ ആരാ? എൻ്റെ സമൂഹത്തിൽ നിങ്ങളൊരു കാര്യം ചെയ്തോണം. ഈ കിടക്കുന്നവൻ യഹൂദനാ. ഈ മുറിവേറ്റ് കിടക്കുന്നവൻ യഹൂദനാ, ഒരു സംശയമില്ല. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആ മുറിവേറ്റ് കിടന്നവൻ ഏറ്റവും കൂടുതൽ മുറിവേൽക്കപ്പെട്ടത് എപ്പോഴാണെന്നറിയാമോ? കള്ളന്മാരവനെ അടിച്ചുകൊണ്ടല്ല, പുരോഹിതൻ അവനെ നോക്കാതെ പോയതുകൊണ്ടായിരിക്കും. ഇവനോട് കരുണ കാണിക്കാൻ ഏറ്റവും അല്ലേ, ഞാനവിടെ കിടക്കുന്ന ഇപ്പം നിങ്ങൾ വിചാരിക്കേ, നിങ്ങളൊരാളും വഴി സൈക്കിളിൽ നിന്ന് വീണു അല്ലെങ്കിൽ വീണ് കിടക്കുക, അപ്പോഴാ പുറകെ ദാനിയേൽ പാസ്റ്റർ വണ്ടിയും കൊണ്ടുവരുന്നത്. നിങ്ങളാന്ന് കണ്ടിട്ട് ഞാൻ വണ്ടി നിർത്താതെ പോയാൽ ഇടിച്ച് വീണതിനേക്കാൾ വേദനയായിരിക്കും മറ്റേത്. പിന്നാലെ വരുന്നു, ജീവിച്ചു അത് പോട്ടെ, അതവന് ദൈവത്തിനോടൊന്നുമല്ലേ പറയണേ. അതാവും പറയണത്, നീ എനിക്കൊന്നും അല്ലല്ലോ എന്നേ, നീ ദൈവത്തിനല്ലേ കൊടുത്ത്. പിന്നാലെ ലയണൽ പാസ്റ്റർ വരുന്നു. അത് ലേവനും പുരോഹിതനും ലേവൻ എന്നുള്ള രീതി ഞങ്ങൾ രണ്ടു പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ അല്ലേ. ജിജോ വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിജോ എനിക്കിട്ട് കുട്ടിയെന്നാന്ന് പറയത്തില്ല. അതിന് വേണ്ട ഞങ്ങൾ തമ്മിൽ അങ്ങനെ പേര് പറഞ്ഞേക്കാം. അത് ഞാൻ പോയി. പിന്നാലെ ലേവൻ വേണു, അവനും ഇതുപോലെ തന്നെ കാണിച്ച ഏറ്റവും വലിയ മുറിവ്. ഞാനൊരു കാര്യം പറയാം, നമ്മുടെ ശരീരത്തിൽ ഏൽക്കുന്നതിനേക്കാൾ മുറിവ് നമ്മുടെ മനസ്സിന് ഏൽക്കുന്ന മുറിവ് ഏൽക്കുക. ശരീരത്തിലെ മുറിവ് പിന്നെയും ഉണങ്ങും പെട്ടെന്ന്, മനസ്സിലെ മുറിവ് ഉണങ്ങാൻ എളുപ്പമല്ല. അതിന് നേരത്തെ പറഞ്ഞ പ്രതീകങ്ങളെ വേണമെങ്കിൽ ഞാൻ എടുക്കാം. പരിശുദ്ധാത്മാവിൻ്റെ സഹായം തന്നെ ആവശ്യമാണ്. മനസ്സിലെ മുറിവ്, നമ്മളൊരു കാര്യം എപ്പോഴും ഓർത്തോണം കേട്ടോ. ഞാനൊരു വാക്ക് പറയുമ്പോൾ, ഞാൻ അവഗണിക്കുമ്പോൾ ചിലരെ അവരേറ്റ മുറിവ്, അവർക്ക് വേറെ ഒന്നും വേണ്ടായിരുന്നു. അവരൊന്ന് എക്കനോളജ് ചെയ്താൽ മാത്രം മതി, ഞങ്ങളിവിടെ ഉണ്ടെന്നൊന്ന് ഒരു അംഗീകാരം അറിഞ്ഞാൽ മാത്രം മതിയായിരുന്നു. നമ്മളെ അവോയ്ഡ് ചെയ്യുന്നത് ഏറ്റവും വലിയ മുറിവാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആ മുറിവേറ്റ് കിടന്ന ആ യഹൂദന് മുറിവ് വർദ്ധിക്കുകയായിരുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, ആരാധനയ്ക്കൊക്കെ കടന്നു വരുമ്പോൾ നീ ചിലരെ അവഗണിച്ച് പോകുമ്പോൾ, കൈ കൊടുക്കാതെ പോകുമ്പോൾ, നിന്റെ അടുക്ക കൈ തരാൻ വരുന്ന ആളെ അവഗണിച്ചിട്ട് നീ പോകുന്നെങ്കിൽ നീ ഏൽപ്പിക്കുന്ന മുറിവ് ഭയങ്കരമായിരിക്കും. നീ ഒരു പക്ഷേ പറഞ്ഞേക്കാം, ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ, ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ, ഞാൻ ഒന്നും മിണ്ടിയില്ലല്ലോ, ഞാൻ കണ്ടതുപോലെയല്ല അവളെ, നീ കണ്ടിട്ട് കാണാതെ പോയതാ. ആരെങ്കിലും ആരാധനയിൽ
കരയുന്ന കണ്ട, വേദനിക്കുന്ന കണ്ട, അത് കഴിഞ്ഞ് അവരുടെ അടുക്കൽ ചെന്ന് എന്തിനാണെന്നൊന്നും ചോദിക്കണ്ട, സാരല്ല, കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറ. അവർക്കത് മതി. അന്നത്തെ അവരുടെ ജീവിതം മുഴുവൻ അവർക്ക് അന്ന് തിരിച്ച് വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അവർക്ക് തിരിച്ച് വീട്ടിൽ ചെന്ന് ഭക്ഷണമൊന്നും വേണ്ട. അവർക്ക് ഈ ഒരു വാക്കുണ്ടല്ലോ, അതാര് പറയണം? പറയേണ്ടവൻ പറഞ്ഞു കഴിഞ്ഞാൽ. അതിനാണ് ഞാൻ ചിലപ്പോൾ ആരാധനയ്ക്ക് ഇവിടെ ആദ്യം വരുന്നവർക്ക് എല്ലാറ്റിനും പോയി കൈ കൊടുക്കും. ഞാനൊരു കാര്യം പറയട്ടെ, ചിലപ്പോൾ നമ്മളൊന്നും ചെന്ന് ഒരാൾ പറഞ്ഞാൽ മാത്രം മതി. ചിലപ്പോൾ നമുക്ക് അത് ചിലപ്പോൾ കൊച്ചു പിള്ളേരെ ഉണ്ടായിരിക്കും കേട്ടോ. അവരാണ് ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത്. ഭാഷകൾ വന്നാലേ ഭാഷ ചോദിച്ചു ഞങ്ങൾക്ക് കൈ തന്നു, പ്രൈസിലോട് തന്നു എന്ന് പറയുന്നത്. ഞാൻ പറയട്ടെ, അത് മതി. അവൻ്റെ വീട്ടിൽ നിന്ന് തെറി കേട്ടിട്ടാണ് ഈ ആരാധനയ്ക്ക് വന്നേ. വീട്ടിൽ നിന്ന് തെറി കേട്ടിട്ടാണ് ഈ ആരാധനയ്ക്ക് വന്നേ. ഇവിടെ വന്ന് പാസ്റ്റർ പോലും മൈൻഡ് ചെയ്യാതെ പോയാൽ ആർക്കെങ്കിലുമൊക്കെ ആരാധനയ്ക്ക് വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഒന്ന് കൈ കൊടുക്കുക, ഒന്ന് അവരോട് സംസാരിക്കുക, സുഖമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ എന്നൊന്ന് പുറത്തായിട്ട് ഒന്ന് പറഞ്ഞേ. നമ്മളാരും വലിയവരല്ലല്ലോ. ആ മുറിവേറ്റ് കിടക്കുന്നവൻ്റെ ഹൃദയത്തിലെ ഏറ്റവും വലിയ വേദന കള്ളന്മാരാൽ കള്ളം പിന്നെ അതേ ചെയ്യുള്ളൂ എന്ന് വിചാരിക്കും അല്ലേ. കള്ളം വന്ന് മുറിവേൽപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതമൊന്നുമില്ല. കള്ളം വന്ന് ആരെയും തടവാൻ വന്നൊന്നുമല്ല. ഏതാ കള്ളൻ മുറിവേൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ പോട്ടെ, അവൻ്റെ പണി അവൻ ചെയ്തു എന്ന് വിചാരിക്കാം നമുക്ക്. പക്ഷെ നിന്റെ പണി അതല്ലായിരുന്നല്ലോ. നിനക്കൊന്ന് ആശ്വസിപ്പിക്കാമായിരുന്നല്ലോ, നിനക്കൊന്ന് തലോടാമായിരുന്നല്ലോ, നിനക്കൊന്ന് താങ്ങാമായിരുന്നല്ലോ, നിനക്കൊരു വാക്ക് പറയാമായിരുന്നല്ലോ. എത്രയോ ആളുകൾ ആരാധനയ്ക്ക് വന്നിട്ട് മുറിവേറ്റ് പോകുന്നുണ്ടെന്നറിയാമോ? പോരാത്തനാ പിന്നെ പാസ്റ്ററുടെ പ്രസംഗവും അന്നത്തെ സത്യം എന്തുവാന്നോ യാഥാർത്ഥ്യം എന്തുവാന്നോ ഒന്നും അറിയാതെ വേറൊന്നും പ്രസംഗിക്കാനില്ലല്ലോ മൂപ്പർക്ക്. ഞാനൊരു കാര്യം തുറന്നു പറയാം. മുറിവേറ്റർ എല്ലായിടത്തും ഉണ്ട്, എല്ലാ കാലത്തും ഉണ്ട്. മുറിവേറ്റരോട് എനിക്കൊരു ഉത്തരവാദിത്വമുണ്ട്. അത് ഞാൻ ചെയ്തേ പറ്റൂ. അടുത്ത ആഴ്ചയെങ്കിലും ആരാധനയ്ക്ക് വരുമ്പോൾ അതൊന്നും ചെയ്തോളൂ. ഞാൻ വലിയ ആളാണെന്ന് പറഞ്ഞ് അവിടെ കുത്തിയിരിക്കരുത് പ്ലീസ്. വരുമ്പോഴും ഇറങ്ങി കഴിഞ്ഞാൽ രണ്ടുപേർക്കൊന്ന് കൈയൊക്കെ കൊടുത്തേച്ച് ശരിയാന്നേ. നിൻ്റെ അത്ര വെളുപ്പില്ലായിരിക്കാം, ചിലപ്പോൾ നിൻ്റെ അത്ര കറുപ്പില്ലായിരിക്കാം, രണ്ടും ആവാമല്ലോ വേണമെങ്കിൽ. അല്ലെങ്കിൽ നിൻ്റെ അത്ര സൗന്ദര്യമില്ലായിരിക്കാം. പക്ഷെ നീഡ്സ്. അപ്പം ഇതാണ് ധ്യാനാത്മകമായ രീതി. ഇതിനെങ്ങനെ ഈ ധ്യാനാത്മകമായ രീതിയിൽ നിന്ന് എങ്ങനെ ഒരു പ്രസംഗം ഉണ്ടാക്കണ്ടേന്ന് ഞാൻ പിന്നെ പഠിപ്പിക്കാം. പക്ഷെ ഈ രീതി എന്തുവാന്ന് പിടികിട്ടിയല്ലോ. ഏത് ഭാഗം എടുത്താലും എന്തെങ്കിലും അതിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്, നമുക്ക് പഠിപ്പിക്കാനുണ്ട്, നമുക്ക് അപ്ലൈ ചെയ്യാനുണ്ട്, നമുക്ക് പ്രാവർത്തികമാക്കാനുണ്ട്. അപ്പോൾ ഇതാണ് ഒരു രീതി. അപ്പോൾ രണ്ടാമത്തെ രീതിയിലോട്ട് ഇനി കയറാൻ പോകാം. നമ്മൾ ഞാൻ ഒരു ഉദാഹരണ സഹിതം ഈ ഭാഗം എടുത്തത് അതിനു വേണ്ടിയാണ് കേട്ടോ. രണ്ടാമത്തെ നമുക്ക് നോക്കാം ഇനി എന്തുവാണ്. ഇതൊക്കെ ചിലൊരു ഭാഗം കൊണ്ടിരുന്നാൽ മണിക്കൂർ കണക്കിരിക്കാൻ പറ്റും നമുക്ക്, മണിക്കൂർ കണക്ക്. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ഒരു അധ്യായത്തെ നമ്മൾ പൂർണ്ണമായിട്ട് പഠിക്കാൻ പോവുക, ഒരു അധ്യായം മുഴുവൻ. ആദ്യത്തേത് എന്തുവായിരുന്നു? ഒരു ചെറിയ ഭാഗം നമ്മളെടുത്ത് അതിനെ ധ്യാനമായിട്ട്. രണ്ടാമത്തത് ഒരു അധ്യായം മുഴുവനും പഠിക്കുന്ന രീതി. ആ ഒരു അധ്യായം മുഴുവൻ നമ്മൾ എടുക്കുക. ഉദാഹരണം 23-ാം സങ്കീർത്തനം, ഒരു ചെറിയ സങ്കീർത്തനം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ആ അധ്യായം മുഴുവൻ നമ്മൾ ഒത്തിരി പ്രാവശ്യം വായിക്കും. പല പ്രാവശ്യം നമ്മൾ ആ അധ്യായം മുഴുവൻ ഒരു അധ്യായം മുഴുവൻ വായിക്കാം നമ്മൾ കേട്ടോ. വായിച്ച് നമ്മൾ നേരത്തെ ചോദിച്ച അതേ ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കാൻ പോവുക. ഇതാരാ എഴുതിയേ? എൻ്റെ മുകളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ദാവീദാ എഴുതിയെന്ന് പറയുന്നുണ്ട്.
പിന്നെ ചോദ്യം വരുന്നത്, ഇത് എപ്പോഴായിരിക്കും പുള്ളി എഴുതിയിട്ടുണ്ടാവുക? അപ്പോൾ എപ്പോഴാണ് എഴുതിയതെന്ന് കാണണമെങ്കിൽ അതിനകത്ത് വല്ല ക്ലൂ ഉണ്ടോ എന്ന് നോക്കണം. ഒരു ക്ലൂ ഉണ്ടോ, ഇത് എപ്പോഴാണ് എഴുതിയത് എന്ന് നോക്കണമെങ്കിൽ ഈ സങ്കീർത്തനത്തിൽ എന്തെങ്കിലും ക്ലൂ നമുക്കുണ്ടോ? നമ്മൾ ഇന്നത്തെ ചെയ്യുന്ന പോലെ ഡേറ്റ് ഇട്ടിട്ടൊന്നും അല്ലല്ലോ അന്ന് ദാവീദ് സങ്കീർത്തനം എഴുതുന്നത്. അപ്പോൾ നോക്കി, നമ്മൾ കുറേ ക്ലൂ നോക്കിയപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കും. ഇതൊരു ഇടയനായപ്പോൾ എഴുതിയതായിരിക്കല്ല, ഒരു രാജാവായിരിക്കുമ്പോഴാണ് എഴുതാൻ ആ സാധ്യത മുഴുവനും. കാരണം അതിൻ്റെ ക്ലൂ അതിനകത്ത് കുറേ കാണുന്നത്. ഒരു 3-4 ക്ലൂ പറഞ്ഞ് നമ്മൾ നാളെ പറഞ്ഞ ആരാധന ഞാൻ പറഞ്ഞായിരുന്നു. ഒന്ന്, നീ എന്നെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ദാവീദിനെ ഇടയനായിരിക്കും എന്ത് ചെയ്യുന്നില്ല, തൻ്റെ രാജസ്ഥാനത്തേക്ക് വരുമ്പോഴാണ് അവനെ അഭിഷേകമൊക്കെ അവൻ പ്രാപിക്കുന്നത്. നീ എന്നെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. പിന്നെ അടുത്തെന്തുവാ, എൻ്റെ ശത്രുക്കൾ കാണുകെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, അല്ലെ മേശ ഒരുക്കുന്നു. ദാവീദിൻ്റെ ശത്രുക്കൾ, അവരുടെ മുൻപിൽ ദൈവം അവനെ മാനിച്ച വിധങ്ങൾ, അതൊക്കെ രാജാവായതിനു ശേഷമാണ്. 3, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. അപ്പോൾ ആലയം അവിടെ ഉണ്ട്. അപ്പോൾ ആലയവും കൂടെ വന്ന കാലഘട്ടത്തിന് ശേഷമാണ് ദാവീദ് എന്ത് ചെയ്യുന്നത്, എഴുതിയത്. അപ്പോൾ ഈ 3-4 ക്ലൂ നമുക്ക് അതിനകത്ത് കാണാം. നമ്മൾ സങ്കീർത്തനം വായിച്ച ഒരു ക്ലൂവും കാണില്ലല്ലോ. അപ്പോൾ എഴുതിയ കാലഘട്ടം ഏതെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് നോക്കേണ്ടത് എന്തുവാ, എന്തെങ്കിലും ക്ലൂ ഉണ്ടോ? എന്തെങ്കിലും ഈ സങ്കീർത്തനത്തിനകത്ത് അല്ലെങ്കിൽ നമ്മൾ ഈ വായിക്കുന്ന വേദഭാഗത്തിൽ എന്തെങ്കിലും ക്ലൂ ഉണ്ടോ? അപ്പോൾ എഴുതിയ കാലഘട്ടം നമുക്ക് കിട്ടി. 3 നമ്മൾ ചോദിക്കാൻ പോകുന്നത്, എന്തായിരിക്കും ഇത് എഴുതാൻ കാരണം? അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ചോദിക്കുക മുഴുവൻ. പിന്നെ പറയുന്നു ഈ അധ്യായത്തിലെ പ്രതിപാദ്യ വിഷയം എന്തുവാ, എന്താണ് എഴുത്തുകാരൻ ഈ അധ്യായത്തിലൂടെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്? എന്താണ് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്? നോക്കാം. തൻ്റെ ദൈവം ആരാന്നാ ദാവീദ് വെളിപ്പെടുത്തുന്നത്. തൻ്റെ ദൈവം ആരാന്ന് മാത്രമല്ല, ദൈവം ജീവിതത്തിലായിരിക്കുന്ന ജനത്തിന് ലഭിക്കുന്ന നന്മ എന്താണെന്നും കൂടെ, ദ പ്രൊട്ടക്ഷൻ ആൻഡ് ദ സെക്യൂരിറ്റി എന്താണെന്നും കൂടെ അതിനകത്ത് വെളിപ്പെടുത്തുക. അതെ, സുരക്ഷിതത്വം. ദൈവം എൻ്റെ ഇടയനായിരിക്കുമ്പോൾ ആ ഇടയനായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന സംരക്ഷണം, സുരക്ഷിതത്വം, ഇതൊക്കെയാ ദാവീദ് അവിടെ പറയുന്നത്. അപ്പം ഈ അധ്യായത്തിലെ പ്രതിപാദ്യ വിഷയം എന്തുവാന്ന് കണ്ടു, ആരാ എഴുതിയേക്കുന്നതെന്ന് കണ്ടു, എന്താണ് അവൻ്റെ പ്രതിപാദ്യ വിഷയമെന്ന് കണ്ടു. ഇതിൽ നിന്ന് എനിക്ക് പഠിക്കാനുള്ളത് എന്തുവാ? ഇനി എൻ്റെ ജീവിതത്തിൽ ഇതിൽ നിന്ന് വല്ലതും ഉണ്ടോ എനിക്ക് പഠിക്കാൻ? ഉണ്ട്. അവിടെയാണ് കുറേ ചോദ്യം ചോദിക്കേണ്ടത്. എനിക്കും പറയാൻ പറ്റുമോ ദാവീദിനെ പോലെ, യഹോവയാ എൻ്റെ ഇടയനെന്ന്? അടുത്തൊരു ചോദ്യം അപ്പം ഉടനെ വരും, എന്താ ദാവീദ് ഇടയനെന്നുള്ള പദം ഉപയോഗിച്ച്? വേറെ എന്തെല്ലാം ഉപയോഗിക്കായിരുന്നു. വേറെ ഭാഗത്തും പറഞ്ഞു, യഹോവ എൻ്റെ കോട്ട, എൻ്റെ രക്ഷ, എൻ്റെ ശൈലം, എൻ്റെ ഇതൊക്കെ പറയുന്നുണ്ട്. എന്താ ഇവിടെ ഇടയനെന്ന പദം ഉപയോഗിക്കാൻ കാര്യം എന്നാ? ഈ ലോകത്തിലെ ആശ്രയജീവികൾ എന്ന് പറഞ്ഞ ഒരു ആശ്രയം കൂടാതെ, ആശ്രയമില്ലെങ്കിൽ ജീവിക്കാൻ പറ്റാത്ത ഒരു വർഗം ആടാണ്. It needs a shepherd. ഒരാടിന് ഒരു ഇടയനുമായൊരു ബന്ധമില്ല എങ്കിൽ അത് പാനിക്ക എന്ന് പറഞ്ഞാൽ അത്
ഒരു ലക്ഷ്യബോധമില്ലാത്തൊരു പോക്കാണ്. അതല്ലേ പുരുഷാരത്തെ ചിഹ്നവരും ചിതറിയവരുമായി കണ്ടു, ഇടയനില്ലാത്ത ആടുകളെ പോലെ. അപ്പോൾ ഒരു ആശ്രയബോധമാണ് ദൈവമായിട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിപെൻഡൻ്റ് ലൈഫ്, ഒരു സ്വതന്ത്ര ജീവിതം യഥാർത്ഥമായ രീതിയിൽ നയിക്കാൻ കഴിയാത്ത ഒരു ജീവിയാണ് ഒരാട്. അപ്പോൾ യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ വാക്കും ഭാഷണവും കൂടാതെ വിളിച്ചു പറഞ്ഞു, ലോർഡ്, ഐ ആം 100% ഡിപ്പെൻഡഡ് ഓൺ യു. ഞാൻ 100% നിന്നിൽ ആശ്രയം വയ്ക്കുന്ന ഒരു വ്യക്തിയാണ്. അത് നമ്മൾ പറയത്തില്ല. താൻ പാതി ദൈവം പാതിയാണ്. ഞാൻ എൻ്റെ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുക കേട്ടോ കർത്താവേ. ഇപ്പം ഞാൻ നോക്കിയാൽ എൻ്റെ വണ്ടി എനിക്ക് ഓടിക്കാൻ പറ്റും. യെസ്, 100% ഡിപ്പെൻഡൻസ്. ഞാൻ എൻ്റെ ദൈവത്തിൽ 100% ഡിപ്പെൻഡഡ് ആണെന്ന് നമുക്ക് പറയാൻ കഴിയും. ആണോ? ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ ഫൈനാൻഷ്യലി സെൽഫ് സഫിഷ്യൻ്റാണ്. സാമ്പത്തികമായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? സെൽഫ് സഫിഷ്യൻ്റായി. ഇനി തമ്പുരാൻ വിചാരിച്ചാലും സ്റ്റോക്ക് മാർക്കറ്റ് പൊളിഞ്ഞാലും എനിക്കൊരു കുഴപ്പവും ഉണ്ടാവില്ല. ഫൈനാൻഷ്യലി ഐ ആം സേഫ് ആൻഡ് സെക്യൂർ. പിന്നെ എന്തിനാ ഞാൻ അതാണ് ഈ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ പരാജയം എന്താണെന്നറിയാമോ? അവർ സെൽഫ് റിലയൻ്റായി. അവർക്കിനി ദൈവം വേണ്ട, സ്വയം പര്യാപ്തത നേടി എല്ലാ രംഗത്തും. ശരിയാ, ഇന്നത്തെ പാസ്റ്റർമാർക്കും പറ്റിയേക്കുന്നൊരു കുഴപ്പം അതാണ്. പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല, കാരണം മാസം തോറും ശമ്പളം കൃത്യമായിട്ട് കിട്ടും. ദൈവത്തിൽ നിന്ന് പ്രസംഗമൊന്നും ഏറ്റു വാങ്ങിക്കേണ്ട ആവശ്യമില്ല, കാരണം എല്ലാ ആഴ്ചയും ഗസ്റ്റ് പാസ്റ്റേഴ്സ് ഉണ്ട്. അയാൾക്ക് ഒരു 1000 രൂപ എടുത്ത് അയാൾ പ്രസംഗിച്ച് അയാൾ പോകും. അങ്ങനെ പ്രസംഗിക്കാൻ പറ്റുന്നതിൻ്റെ സുഖിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ലേ ഉള്ളൂ. ജനത്തെ സുഖിപ്പിക്കുക എന്നുള്ളതേ ഗസ്റ്റ് പാസ്റ്റേഴ്സിൻ്റെ ഉദ്ദേശമുള്ളൂ. തൊടത്തില്ല, ഉപദേശത്തെ തൊടത്തില്ലല്ലോ, അവർ ജീവിത വിശുദ്ധിയെ തൊടത്തില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു? സെൽഫ് റിലയൻ്റ് ആയി കഴിഞ്ഞവര്. കാരണം നല്ല വരുമാനമുണ്ട്, പാർസനേജ് കൊണ്ട് താമസിക്കാൻ വാഹനമുണ്ട്, എല്ലാ സൗകര്യങ്ങളുണ്ട്, മക്കളും ഇപ്പം പഠിച്ചതാണ്ട് നല്ല നിലയിൽ എത്തിക്കഴിഞ്ഞു. ഇനി സഭ തന്നില്ലേലും ഞങ്ങൾക്ക് സഭ തരുന്നതൊക്കെ പിന്നെ ബോണസാണ്. ദാവീദ് രാജസ്ഥാനത്തിരുന്ന് പറയാണ്, ദൈവമേ, ഐ എം സ്റ്റിൽ എ ഷീപ്പ്. ഞാൻ ഇപ്പോഴും ഒരാടാ. ആ ഗുണം ശലോമോൻ ദാവീദിൽ കണ്ടതുകൊണ്ടാണ് ശലോമോൻ പ്രാർത്ഥിക്കാൻ നേരത്ത് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നു, ഈ ജനത്തെ നയിപ്പാനുള്ള ജ്ഞാനം എനിക്കില്ല, ദൈവമേ അവിടുത്തെ ജ്ഞാനം എനിക്ക് തരണം എന്ന് പറയാൻ കാരണം ഐ ആം നോട്ട് ക്വാളിഫൈഡ് ഇനഫ്, ഐ ആം നോട്ട് ഫുള്ളി എക്യുപ്ഡ് ഇനഫ് ടു റൂൾ ദിസ് ജനറേഷൻ. ഈ ജനത്തെ നയിക്കാനായിട്ടുള്ള ജ്ഞാനം എനിക്കില്ല, പരിജ്ഞാനം എനിക്കില്ല, ഇതെങ്ങനെ നയിക്കണമെന്ന് എനിക്കറിയത്തില്ല, എനിക്ക് നിൻ്റെ ജ്ഞാനം വേണം. കാരണം എന്താണെന്നറിയാമോ? He has seen the dependency of his father with God. തൻ്റെ പിതാവ് ദൈവത്തിൽ എത്രമാത്രം ആശ്രയബോധത്തോടെ ജീവിക്കുന്നവനാണെന്ന് ശലോമോൻ കണ്ടതുകൊണ്ടാണ് ശലോമോൻ എന്ത് ചെയ്യുന്നത്? ആ വാഴ്ചയുടെ ആരംഭഘട്ടത്തിൽ തന്നെ, രാജസ്ഥാനത്ത് വന്ന ആദ്യഘട്ടത്തിൽ തന്നെ ദൈവത്തോട് ചോദിക്കുന്നത്, ദൈവമേ എനിക്ക് നിൻ്റെ ജ്ഞാനം വേണം. എവിടുന്നാ കിട്ടിയ ശലോമോനെ? അപ്പൻ എത്രമാത്രം ദൈവത്തിൽ ഡിപ്പെൻഡഡ് ആയിരുന്നെന്ന് എനിക്കറിയാം. ഞാനൊരു കാര്യം പറയാം, നമ്മുടെ തലമുറ നമ്മളിൽ നിന്ന് വേറെ ഒന്നും കണ്ടില്ലെങ്കിലും നമ്മുടെ തലമുറ പറയണം, മൈ ഡാഡ് വാസ് ഫുള്ളി ഡിപ്പെൻഡഡ് ഓൺ ഗോഡ്. ദൈവത്തിൽ ആശ്രയം വെച്ചൊരു മനുഷ്യനായിരുന്നു. അപ്പം നമുക്കതുപോലെ പറയാൻ കഴിയുമോ? കർത്താവേ, നീയാ എൻ്റെ ആശ്രയം. ചിലർ രഥങ്ങൾ ആശ്രയിക്കുന്നു, ചിലർ കുതിരകളിൽ ആശ്രയിക്കുന്നു. But I 100%
ഡിപ്പെൻഡ് ഓൺ യു. ഞാൻ 100% നിന്നെ ആശ്രയിക്കും. ദാവീദിന് ആ കാര്യം നല്ല ബോധ്യമുണ്ട്. ശൗലിൻ്റെ അടുക്ക് യുദ്ധത്തിന് ചെല്ലുമ്പോൾ തൻ്റെ മുമ്പിൽ നിൽക്കുന്നത് സർവ ആയുധങ്ങളുമാണ് നിൽക്കുന്നൊരു മനുഷ്യനാണ്. അതിനോട് യുദ്ധം ചെയ്യാൻ പറയുന്ന സമയത്ത് ദാവീദ് പറയുന്നത്, നീ നിന്ദിച്ച സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിൻ്റെ അടുക്ക് വരുന്നു. എനിക്ക് കുന്തമൊന്നുമില്ല, എനിക്ക് വേരില്ല, എനിക്ക് പടച്ചട്ടകളൊന്നുമില്ല, എനിക്ക് മറ്റുള്ളവർ പറയുന്ന ഒന്നും എൻ്റെ കയ്യിലില്ല. പക്ഷെ എനിക്കൊന്നുണ്ട്, ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ നാമം. മൈ ഡിപ്പെൻഡൻസ് ഇസ് ഗാഡ്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ കർത്താവിനോട് പറയുക, കർത്താവേ, I 100% ഡിപ്പെൻഡ് ഓൺ യു. ഇന്ന് എനിക്ക് മുമ്പിൽ നേരിടേണ്ട പ്രശ്നങ്ങൾ എനിക്കറിയത്തില്ല, ആരോടൊക്കെയാണ് സംസാരിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല, ഏതൊക്കെ വിഷയങ്ങളാണ് എനിക്ക് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഐ നീഡ് യുവർ ഗ്രേസ്. എനിക്ക് നിൻ്റെ കൃപ വേണം, എനിക്ക് നിൻ്റെ കൃപ വേണം. നീ എനിക്ക് ആലോചന പറഞ്ഞു തരണം. A sheep is 100% dependent on the shepherd. ദാവീദ് പറയാ, യഹോവ എൻ്റെ ഇടയനാ, ഞാൻ അവൻ്റെ ആടാ. അപ്പോൾ ഓരോ വാക്യങ്ങളും നമ്മൾ വായിക്കുമ്പോൾ how does it apply to me? എൻ്റെ ജീവിതത്തിൽ എനിക്ക് കേവലം ആ സങ്കീർത്തനം മനഃപ്പാഠം പഠിച്ചു എന്നുള്ളതേ ഉള്ളോ, അതോ അതിനേക്കാൾ ആഴമായിരിക്കുന്ന ഒരു ബന്ധം? യഹോവയുടെ ഇടയനാകുന്നു എന്നിങ്ങനെ അതിപ്പോൾ അതൊരു തത്തമ്മയെ പഠിപ്പിച്ചാലും തത്തമ്മ പറയും, ഇല്ലേ? സംസാരിക്കുന്ന തത്തമ്മയുണ്ട്, സംസാരിക്കുന്ന മൈനയുണ്ട്. അത് അതിനെ പഠിപ്പിച്ചാലും എന്ത് ചെയ്യും, പറയും. പക്ഷെ അതിന് വല്ല അർത്ഥം അറിഞ്ഞു വെച്ചാന്ന് പറയുന്നത്. നമ്മുടെ വിശ്വാസികളും പലരും അത് തന്നെ, ഒന്നും അറിയത്തൊന്നുമില്ല. എന്നെ സന്തോഷിപ്പിച്ച വാക്യമൊന്നും പറഞ്ഞിട്ടൊരു വാക്യം എടുത്ത് വായിച്ചെന്നല്ലാതെ ഇത് ജീവിതാനുഭവമായിട്ടൊന്നുമില്ല. അവിടെയാണ് നമ്മൾ ഓരോ വാക്യവും നിർത്തി അധ്യായം മുഴുവൻ നമ്മൾ വായിക്കുക. എന്നിട്ട് അത് മുഴുവൻ ഇതുമായിട്ട് കണക്ട് ചെയ്യാം. ഒന്നാം വാക്യത്തിൽ ദാവീദ് പറഞ്ഞ ആ പ്രതിപാദ്യ വിഷയവുമായിട്ടാണ് ഇനി എന്ത് ചെയ്യുന്നത്, മുഴുവൻ ദാവീദ് കണക്ട് ചെയ്യുന്നത്. എൻ്റെ ഇടയനായ യഹോവ എനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ ചെയ്യും, എൻ്റെ പ്രതികരണം എന്തായിരിക്കും? ഇതാണ് ഈ 3 വാക്യം, ഇതാണ് ഈ സങ്കീർത്തനത്തിൻ്റെ 3 ഭാഗം. എൻ്റെ ഇടയനായ യഹോവ എനിക്ക് എന്തൊക്കെ ചെയ്തു, എനിക്ക് എന്തൊക്കെ ചെയ്യും. ആ യഹോവയോടുള്ള എൻ്റെ പ്രതികരണം എങ്ങനായിരിക്കും? എൻ്റെ ആയുഷ്കാലം മുഴുവനും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? ഐ വിൽ സ്റ്റേ ഇൻ ഹിസ് പ്രസൻസ്. അവൻ്റെ സാന്നിധ്യത്തിലായിരിക്കും എൻ്റെ ജീവിതം മുഴുവനും. ആ അധ്യായം മുഴുവനും നമ്മളിനി കാണാൻ പോകുന്ന ആ ഒറ്റ കാഴ്ചപ്പാടിലൂടെ, ഒരു വാക്യമല്ല, ആ അധ്യായം മുഴുവനും. അപ്പോൾ ആ അധ്യായത്തെ മുഴുവനും നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? അതിൻ്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു കഴിഞ്ഞു. ഇത് തന്നെ 73-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, യഹോവ നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു നിശ്ചയം. ആ സ്റ്റേറ്റ്മെൻറ്റിനെ പ്രൂവ് ചെയ്യാണ് ഇനി മുഴുവനും. അതായിരുന്നു ആ സ്റ്റേറ്റ്മെൻറ്റ്. ആ അധ്യായം മുഴുവനും ആ സ്റ്റേറ്റ്മെൻറ്റിനെ എന്ത് ചെയ്യുന്നതാണ്? സപ്പോർട്ട് ചെയ്യുന്നതാ. ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്ന് വെളിപ്പെടുത്തുന്നതാ. ഇടയൻ എനിക്ക് എന്ത് ചെയ്യുന്നു? ദീർഘകാലം യഹോവ എൻ്റെ ഇടയനാകുന്നു. 1, എൻ്റെ ജീവിതത്തിലൊരു മുട്ടുമില്ലാതെ എന്നെ നടത്തുന്നു. അവൻ പച്ചയായ പുൽപ്പുറങ്ങളെ നടത്തുന്നു, സ്വസ്ഥതയിലോ വെള്ളത്തിൻ്റെ നടത്തുന്നു, ഇല്ലേ? അങ്ങ് എഴുതുക ഇനി മുഴുവനും. ദിസ് ഈസ് വാട്ട് ദ ഷെപ്പേർഡ് ഹാസ് ഡൺ. ഈ ഇടയൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തേക്കുന്ന മുഴുവൻ ഇതാ. സോ വാട്ട് ഈസ് മൈ റെസ്പോൺസ്? ഇത്രയും എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഈ ഇടയനെ, ആ ഇടയനോടുള്ള എൻ്റെ പ്രതികരണം എന്നാ? ആ ഇടയനോടുള്ള എൻ്റെ കമ്മിറ്റ്മെൻറ്റ്, ജീവിതകാലത്തെ ഇനിയുള്ള നാളുകൾ ഞാൻ എന്നാ ചെയ്യാൻ പോന്നെ? ഒരു സംശയമില്ലാതെ പറഞ്ഞു, എൻ്റെ ആയുഷ്കാലം മുഴുവൻ ഞാൻ അവൻ്റെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഐ വിൽ കണ്ടിന്യൂ ടു അബൈഡ് ഇൻ ഹിസ് പ്രസൻസ്. ഞാൻ അവൻ്റെ സന്നിധിയിൽ തന്നെ ജീവിക്കും.
അതാണ് അധ്യായം മുഴുവനും പഠിക്കുന്ന രീതി. എന്താ പറഞ്ഞാൽ ആദ്യം പറഞ്ഞിരിക്കും, അതിൽ ആദ്യത്തെ അല്ല, ആ അധ്യായത്തിൻ്റെ മുഴുവൻ പ്രതിപാദ്യ വിഷയം നോക്കി എന്തുവാ? യഹോവ എൻ്റെ ഇടയൻ. 2, ആ ഇടയൻ എനിക്ക് വേണ്ടി ചെയ്യുന്നത്. 3, ആ ഇടയനോടുള്ള രീതിയിൽ എൻ്റെ പ്രതികരണം. അധ്യായത്തിൻ്റെ മുഴുവൻ പ്രതിപാദ്യ വിഷയം. അപ്പോൾ 2 ഇത് പഠിച്ചു. നാളെ ബാക്കി പഠന രീതികൾ നമ്മൾ പഠിക്കും.